ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ചാ വിഷയം എന്നത് പമ്പയിൽ നടന്ന ഗ്ലോബൽ അയ്യപ്പ സംഗമവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളുമാണ്. പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പരിപാടിയുടെ ഈവന്റ് മാനേജ്മെന്റ് ചുമതലയുണ്ടായിരുന്ന IIIC അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനമാണ്. ഈ പേരിന്റെ പിന്നിലെ രഹസ്യവും ഓഡിറ്റ് റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളും ഒക്കെ നമുക്കൊന്ന് അനിൽ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേയേറെ ദിവസമായി, പ്രത്യേകിച്ച് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന അയ്യപ്പ തട്ടിപ്പ് സംഗമത്തിന് ശേഷം വളരെ വ്യാപകമായി ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് IIIC എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. IIIC വളരെ എളുപ്പത്തില് നമ്മുടെ ചീഫ് സെക്രട്ടറി പോലും ഉപയോഗിക്കുന്ന IIIC എന്ന വാക്കാണ്. ഊരാളുങ്കൽ സൊസൈറ്റി എന്നൊരു സ്ഥാപനമുണ്ട്. 1925 വാഗ്ഭടാനന്ദ സ്വാമി വാഗ്ഭടാനന്ദൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന അദ്ദേഹമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. അക്കാലത്തെ ചില സാമൂഹ്യമായിട്ടുള്ള അനീതികൾക്കെതിരെയൊക്കെ അതിനെതിരെ പോരാടുക എന്ന ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്. അത് വളർന്ന് CPMന്റെ കൈകളിലേക്ക് അതിന്റെ ഭരണ സംവിധാനം എത്തിയതോടുകൂടി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റി മാറിയിട്ടുണ്ട്. ഈ സർക്കാർ സംവിധാനത്തിലെ പ്രത്യേകിച്ച് കിഫ്ബി ഉൾപ്പെടെയുള്ള ഏത് സ്ഥാപനങ്ങളുടെയും കോൺട്രാക്ട് 10% ലിവറേജോടുകൂടി ഏറ്റെടുത്ത് നടത്താനുള്ള അധികാരം ആ സ്ഥാപനത്തിനുണ്ട്. എന്ന് വെച്ചാല് നമ്മളെ റോഡ് സൈഡിലെ പുല്ല് വെട്ടൽ തുടങ്ങിയിട്ട് 1000 കോടി രൂപ അല്ലെ 10,000 കോടി രൂപയുടെ വലിയ വൻകിട പ്രോജക്റ്റുകൾ വരെ ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കാണ് എന്ന രീതിയിലാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു സ്ഥാപനമാണ് ഈ IIIC എന്ന് പറയുന്ന നീണ്ടകരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഞാൻ ഒരു കാര്യം തുറന്ന് സമ്മതിക്കട്ടെ, ഈ ശബരിമലയിലെ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഈ ഹൈവേ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്റെ വിചാരം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് എന്നായിരുന്നു. എന്ന് വെച്ചാല് മാഡം ചോദിച്ചതുപോലെ IIT, IIM, IIIT തുടങ്ങിയ അല്ലെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കൂട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ പഠന സൗകര്യത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് വെക്കണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിനോടൊപ്പമാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് ചേർക്കുന്നത് തന്നെ. സ്വാഭാവികമായിട്ടും നമ്മുടെ പാർലമെന്റിലെ ഒരു നിയമനിർമ്മാണം വഴിയോ അല്ലെ UGCയോ അല്ലെങ്കിൽ AICTയോ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെയാണ് ഇതിന്റെ നടത്തിപ്പിലെ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ IIICയുടെ പേര് ഇതൊരു തട്ടിപ്പ് ഉദ്ദേശമാണ് അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് നമുക്ക് തോന്നും. ഇവരെന്താണ് ചെയ്യുന്നത്? ചെറിയ ചെറിയ കോഴ്സുകൾ നടത്തുന്നു, ഡിപ്ലോമ കോഴ്സുകളും അങ്ങനെ നടത്തുന്നു. അതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി പിടിക്കുന്ന ഈവന്റ് മാനേജ്മെന്റ് സംഭവങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ IIICയുടെ പ്രധാനപ്പെട്ട ചുമതലയും കടമയും. ഊരാളുങ്കൽ സൊസൈറ്റി ഈ കേരളത്തിലെ എല്ലായിടവും നടന്നിട്ട് കരാറുകൾ ഒപ്പിടും. എന്നിട്ട് അവരത് ഉപകരാറായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ അച്ഛന് കരാറ് കിട്ടും, അച്ഛൻ അത് മറിച്ച് മോന് കൊടുക്കും. അതാണ് ഈ സംഭവം. എന്ന് വെച്ചാൽ ഊരാളുങ്കൽ സൊസൈറ്റി പിതാവും IIIC എന്ന് പറയുന്നത് അതിന്റെ മകനുമാണ്. ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ വെട്ടിപ്പ് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. നമ്മുടെ ട്രേഡ് മാർക്ക് ആക്ട് ഉണ്ട്, അതുപോലെ എംബ്ലം ആൻഡ് നെയിം പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950 തുടങ്ങിയ. അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. അതായിരുന്നു ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിന് ലീഗൽ വശങ്ങളില്ലേ? അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു ആർട്ടിക്കിളും ഇതൊക്കെ ഉണ്ടാവണം. യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് III എന്ന് ചേർക്കുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന പേരിന് മുമ്പിൽ ചേർക്കുന്ന സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ ഒരു നിയമം മൂലമുള്ളതാണ്. എംബ്ലം ആൻഡ് നെയിം പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950 അല്ലെങ്കിൽ പേറ്റന്റ് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് തെറ്റ് തന്നെയാണ്. ഈ പേര് ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വസ്തുത. കാരണം കുറെ കാലത്തിന് മുമ്പ് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഹൈവേ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കൊമേഴ്സ് ബിരുദധാരികൾക്ക് വല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി അങ്ങനെയുള്ള കോഴ്സുകൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ സ്ഥാപനമുണ്ട്. ലക്ഷ്യ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. ആ സ്ഥാപനം 21ാം വയസ്സിൽ ജീവിതം സെറ്റ് ആക്കൂ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിനെ വെച്ച് പരസ്യം ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരും ഇതേപോലെ തന്നെ അവരുടെ തുടക്കകാലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന പേര് ചേർത്തായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യ എന്നല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് എന്നോ അക്കൗണ്ടൻസി എന്നോ എങ്ങാണ്ട് പറഞ്ഞായിരുന്നു ആ സ്ഥാപനവും പേരിട്ടിരുന്നത്. അതിനുശേഷം ആ പേര് വിവാദമായി. കേരളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിമാരുടെ അവരുടെ സംഘടന
ഇതിൽ പരാതി കൊടുത്തപ്പോൾ അവർ ആ പേര് മാറ്റാൻ നിർബന്ധിതമായി. അതേ ഒരു സമാന സാഹചര്യം തന്നെയാണ് ഈ നീണ്ടകരയിൽ പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മറ്റൊരു തട്ടിപ്പ് സ്ഥാപനമായിട്ടുള്ള IIIS നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ഇല്ലീഗലാണ് എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പറയുന്നതെന്ന് വെച്ചാൽ പൂർണ്ണമായ സർക്കാർ ഏജൻസി അല്ല ഈ സംഭവം എന്നിരിക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ടെൻഡർ പോലും വിളിക്കാണ്ടാണ് ഈ കമ്പനിക്ക് അവർ കൊടുത്തിരിക്കുന്നത് ഈ കരാറ്. അപ്പൊ ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലേ, ഒരു രാഷ്ട്രീയ കളിയല്ലേ? തീർച്ചയായിട്ടും ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ഈ രവീന്ദ്രനും ഈ വിവാദ പുരുഷനായിട്ട് സർവീസിൽ നിന്ന് പുറത്തുപോയ ശിവശങ്കർ എന്ന് പറഞ്ഞ IAS ഓഫീസറോട് ചേർന്നാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെയും IISനെയും ഇതേപോലെ വളർത്തിയത്. കാരണം നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടത്തുന്നുണ്ട്. ഈ രവീന്ദ്രന് അവിഹിതമായിട്ടുള്ള ബന്ധവും അവിഹിതമായ താല്പര്യവും ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ട് എന്നുള്ള ധാരാളം വാർത്തകൾ പുറത്തു വന്നതാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡയറക്റ്റായി ഇടപെടാനുള്ള സംവിധാനവും CPM മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന നിമിത്തം ഇവർക്ക് ഏത് തോന്നിവാസവും കാണിക്കാം, എന്ത് പേര് വേണമെങ്കിലും ഇടാം, ഏത് കൊള്ള ബിസിനസ്സിലും പങ്കാളിയാവാം എന്നുള്ള അഹങ്കാരം കൊണ്ടായിരിക്കണം ഈ IIIS എന്ന പേര് ചേർത്ത് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പൊതുസമൂഹത്തില് ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന് തോന്നൽ ഉളവാക്കിക്കൊണ്ട് തട്ടിപ്പ് നടത്തുന്നതായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. അങ്ങനെ ആരെങ്കിലും വിലയിരുത്തൽ തെറ്റു പറയാനും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഇത് അത്തരത്തിലുള്ളൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനമൊന്നുമല്ല. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള തട്ടിക്കൂട്ട് സ്ഥാപനമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പരിഗണിക്കാൻ സാധിക്കും. അത് ഈ ഇലക്ഷൻ സമയത്തുണ്ടല്ലോ, ബാക്കിയുള്ളവർ ഈ ക്രമക്കേടുകളൊക്കെ കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെ ഒന്ന് മറയിടാൻ വേണ്ടിയിട്ട് ആദ്യമേ കരുതി കൂട്ടി ചെയ്തതാവാം അല്ലേ? തീർച്ചയായിട്ടും അത് നോക്കുക. നമ്മൾ ആ പേര് തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു മേഡം പറഞ്ഞതിന്റെ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്. ഓഡിറ്റിംഗ് സമയത്ത് കുറെ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോവിന്ദം അവർക്കൊരു 8 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ്. നന്ദഗോവിന്ദം അവിടെ പോയേയുമില്ല, അവരുടെ പ്രോഗ്രാം നടന്നതുമില്ല. അപ്പോൾ അവര് എല്ലാം ഈ മറ്റേ സർക്കാർ കഴിഞ്ഞ ദേവസ്വം ബോർഡും അതെല്ലാം കൂടെ അവസാനം ഈ ഏജൻസിയുടെ തലയിലാണ് ഇട്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് എന്ത് പറയാനാണ് സാറിന്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ജയകുമാർ പറഞ്ഞ എന്താണ്, ഞങ്ങൾ ഇവരെ എല്ലാം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തിട്ട് സെറ്റിൽ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു വിവാദമായതുകൊണ്ടും ഇനി എന്ത് നഷ്ടം സഹിച്ചാണെങ്കിലും ഊരാളുങ്കൽ സൊസൈറ്റിയും IIISും ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് പിന്തുണ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പൈസ കിട്ടാനുണ്ട് എന്നും പറഞ്ഞ് അവർ ദേവസ്വം ബോർഡിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ കേസിന് പോകാനുള്ള സാഹചര്യം കുറവാണ്. കാരണം ഇടതുമുന്നണിയുടെ ഒരു ഭാഗം തന്നെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറി. ഒരു വസ്തുതയോടെ നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിൽ ധാരാളം ചെറുകിട ഇടത്തരം കോൺട്രാക്ടർമാരുണ്ടായിരുന്നു. ചെറിയ റോഡ് പണി, പാലം പണി, ചെറിയ സർക്കാരിന്റെ കെട്ടിടങ്ങൾ പണി തുടങ്ങിയവയൊക്കെ ചെയ്തിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇന്ന് ആ ഒരു വിഭാഗം അന്യം നിന്ന് പോയി. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പലരും സർക്കാരിൽ നിന്ന് കുടിശ്ശിക കിട്ടാനുള്ള സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ ജപ്തി നടപടികൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു വർഗത്തിനെ വന്ധ്യംകരിച്ചതും ആ ഒരു വിഭാഗത്തിനെ ഉന്മൂലനാശനം ചെയ്തതും ഈ CPMന്റെ കുത്തക സ്ഥാപനമായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി ആണ് എന്നുള്ള വസ്തുത കേരളീയ സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ കോർപ്പറേറ്റ് വൽക്കരണത്തിന് എതിരാണെന്ന് പറയുകയും എന്നാൽ സംഘടിതമായ കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്ന ഒരു സംവിധാനമായിട്ട് CPM മാറുകയും ചെയ്തത്. ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഹിന്ദു സന്യാസി സ്ഥാപിച്ച, ഒരു ഹിന്ദു സ്വാമി സ്ഥാപിച്ച ഒരു സ്ഥാപനം ആ ഹിന്ദു സ്വാമിമാരുടെ അല്ലെ അയ്യപ്പന്മാരെ നശിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി മാറി എന്നുള്ളതാണ് കാലഘട്ടം തെളിയിക്കുന്നത്. അതെ സാർ. അതേമാതിരി ദേവസ്വം ബോർഡിന്റെ ഒരു ഇത് മന്ത്രി പറഞ്ഞ സഭയിൽ ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഫണ്ട് ടോട്ടലി ഇതിനായിട്ട് വരുന്ന എല്ലാ പുറത്തുനിന്ന് വരുന്ന ഫണ്ടാണ് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ് മാത്രമേ എടുക്കുള്ളൂ എന്നാണ്. പക്ഷെ ബോർഡിന്റെ അടുത്ത് നിന്നാണ് പൈസ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ സാർ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പെറൻസി ഇല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പമ്പാ സംഗമം നടത്തുന്നതിന് മുന്നോടിയായിട്ട് 3 കാര്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും ഒരു പൈസ പോലും എടുക്കരുത്. കണക്കുകൾ സുതാര്യമായിരിക്കണം. 45 പമ്പാ സംഗമം നടന്നാൽ 45 ദിവസത്തിനകം കണക്കുകൾ സമർപ്പിക്കണം.
ഈ അതെ അതെ 3 കാര്യങ്ങളിലും അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതെ ഹൈക്കോടതിയെ പോലും തട്ടിച്ചു. ഒരു കാര്യം നോക്കേണ്ടത്, ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ള ഒരു വലിയ വിഷയമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തട്ടിപ്പ് നടത്താനുള്ള ധൈര്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള കാരണഭൂതരാരാണെന്നുള്ളത് ഉം. പൊതുസമൂഹത്തിന് മനസ്സിലായ വസ്തുത തന്നെയാണ്. ആ 10% അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് എന്ന് പറഞ്ഞത് തന്നെ കോടതി പറഞ്ഞത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞു അല്ലെ? അതുപോലും അവർക്ക് വേണ്ടി സംഘടിപ്പിച്ചു കൊടുത്തതല്ലേ അതെ, പൈസ? തീർച്ചയായിട്ടും. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നടപ്പാക്കി അല്ലെ അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു. ഓക്കെ. അപ്പോ 3.4 കോടി രൂപയുടെ നഷ്ടം പങ്കെടുക്കാത്ത ഗ്രൂപ്പുകൾക്ക് നൽകിയതായി പറയപ്പെടുന്ന പണം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചു എന്ന ആരോപണം. ഇവയെല്ലാം വെറും ഒരു അക്കൗണ്ടിംഗ് പിശക് മാത്രമാണോ അതോ ആസൂത്രിതമായ അഴിമതിയാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഹൈക്കോടതിയുടെ ഇടപെടലും ഫെബ്രുവരി 27 സമർപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടും ഈ വിഷയത്തിൽ ഒരു നിർണായക ഘടകമാകാം അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും.